കൊണ്ട് അഭിസംബോധന ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യവസ്ഥ എന്ന് മാത്രം പറയുന്നത്. പ്രത്യേകിച്ച് ഈ സമന്വയത്തിന്റെ ഒരു ദർശനം ഇതിലുണ്ട്, ഈ ധരാസൗരത്തിലുണ്ട്. ധര എന്ന് പറഞ്ഞാൽ ഭൂമി എന്നും, സൗരം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉൾപ്പെടുന്ന ഈ ഒരു നമ്മുടെ ഗാലക്സി എന്നും ഉള്ള ഒരു അർത്ഥമാണ് ജ്യോതിഷത്തിലൊരു ടേമാണത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയമായിട്ടുള്ള പൈതൃക വിജ്ഞാനത്തെ സ്വതന്ത്രമായി കണ്ടുകൊണ്ട് അതിൽ ലയിപ്പിക്കാൻ പറ്റുന്ന എല്ലാവിധ ധാരകളെയും ഹിംസാത്മകമല്ലാതെ, പലപ്പോഴും ആശയങ്ങളാണ് ഹിംസാത്മകമാവുക. പലപ്പോഴും ഇത് ഒട്ടും ഹിംസാത്മകമല്ലാതെ അഹിംസയിൽ ഊന്നിക്കൊണ്ട് എല്ലാത്തിനെയും സമന്വയം. കാരണം അങ്ങനത്തെ ഒരു കൾച്ചറൽ സ്പേസിൽ മാത്രമേ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം തുടങ്ങിയിട്ടുള്ള മഹത്തായ ദർശനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പ്രത്യേകിച്ച് ഈ AI-യുടെ യുഗത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യനൊരു ജൈവ വസ്തുവാണെന്നുള്ള കാഴ്ചപ്പാട്, ഈ ജൈവ വസ്തുവിൽ നിന്നും ഉരുവമാവുന്ന അതിന് ഉറന്നുകൂടുന്ന എന്തിനും അതിൻ്റെതായിട്ടൊരു ജൈവ സാഹചര്യത്തിൽ പ്രസക്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹിത്യ അവാർഡ് ഓരോ വർഷവും ഓരോ തരത്തിലുള്ള, ഇപ്പോൾ ചിലപ്പോൾ കലയിൽ തന്നെ വ്യത്യസ്ത മേഖലകൾക്കായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക. ഒരു പ്രത്യേകിച്ച് ജോർജ് ചേട്ടനെ പറ്റി ഞാൻ പറയുന്നതില്ല, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. പാലക്കാടിന്റെ സാംസ്കാരിക രംഗത്ത് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന നോവലുകൾ ഉൾപ്പെടെയുള്ള കൃതികളും, അതോടൊപ്പം തന്നെ ഈ ദൃശ്യ രംഗത്ത് വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി, അതുപോലെ തന്നെ ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള സാറ് നമ്മുടെ പാലക്കാടുകാർക്ക് ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരാളാണ്. അച്ഛൻ്റെയും പ്രവർത്തന മണ്ഡലം പാലക്കാടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വർഷങ്ങളോളം, 2-3 വർഷത്തോളം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തിന് അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷന് മൊത്തം ഈ യാക്കോബിന്റെ പുസ്തകം എന്ന് പറയുന്ന ഇതാണ് യാക്കോബിന്റെ പുസ്തകം. ഈ പുസ്തകത്തെ പ്രധാനമായിട്ട് കരുതിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ചെറിയ ഈ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത്. അപ്പോൾ ജോർജ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ആദരിക്കപ്പെടുന്നത്, ജോർജ് ചേട്ടനല്ല, ഞങ്ങളാണ് ഇതിലൂടെ ആദരിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും ഒരു സമന്വയത്തിന്റെ വസന്തമാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. പ്രത്യേകിച്ച് ഈ ഒരു കൃതി നമ്മുടെ പൗരസ്ത്യം എന്ന് വിളിക്കുന്ന ഒരു ദേശത്തിന്റെ മൊത്തം കാഴ്ചപ്പാടുകളെ, അതിന്റെ ദർശന പദ്ധതികളെ, കിഴക്കിന്റെ വെളിച്ചങ്ങളെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാനും വലിയൊരു ക്യാൻവാസിൽ വെച്ച് മനുഷ്യന്റെ പരിണാമത്തെ പരിശോധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധ പഠനത്തിൽ അക്കാര്യം ഈ നോവൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രന്റെയൊക്കെ മനുഷ്യരുടെ ആമുഖം പോലെയുള്ള നോവലുകളൊക്കെ മലയാളത്തിൽ വന്നു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ നരവംശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും സാംസ്കാരിക നരവംശാസ്ത്രത്തിനേക്കാൾ വെളിച്ചത്തിൽ ഒരു കൃതിയെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ പഠന പദ്ധതിയായിട്ട് വരുന്ന ആ ഒരു സമന്വയം നമുക്ക് ഈ ജോർജ് സാറിന്റെ എഴുത്തിൽ കാണാം. അതിന് മുന്നോട്ട് വയ്ക്കുന്നത് മാനവികതയാണ്. ഏതും മാനവികതയുടെ ആ ഒരു ടച്ച് സ്റ്റോണിൽ, ആ ഉരകലിൽ മാത്രമാണ്, ആ പ്രതലത്തിൽ നിന്ന് ഉരച്ചു നോക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിയുടെയും, ഏതൊരു എഴുത്തുകാരനും, ഏതൊരു കലാകാരനും ആത്മം തെളിയാം. അപ്പൊ ആ ഒരു മാനവികതയുടെ ഉരകലിൽ ജോർജ് സാറിന്റെ ആ ഒരു ആത്മം നമുക്ക് വളരെ പത്തരമറ്റ് എന്ന് തെളിഞ്ഞ് കിട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വർഷത്തെ ധരാസൗരത്തിന്റെ അവാർഡ് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ജൂറി തീരുമാനിക്കുന്നുണ്ട്.